ഇത് നമ്മൾ ഏത്തവാഴയ്ക്ക് വേണ്ടി എടുത്ത കുഴിയാണ് കേട്ടോ. ഇത് റൗണ്ടിൽ കുറച്ച് ഇതിന് ചീങ്കയാണ് താഴോട്ട്, എന്നാലും ഒരു 1.5 അടി താഴ്ചയിലും വേണം. ഇത് നമ്മൾ നേരത്തെ എടുത്ത വിത്ത് അത് പിരിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് നല്ലൊരു തൈയാണ്, അതുകൊണ്ടാണ് ഈ തൈ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ താഴെ അപ്പുറത്തോട്ട് നാളെ ഏത്തവാഴ, ഇതിപ്പോൾ ഏത്തവാഴ നടുന്ന ഒരു സമയമാണ്. ഇതെല്ലാം മൊത്തം വാഴയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്ന കുഴിയാണ് കേട്ടോ. ഇതിൻ്റെ നടുക്ക് ഈ 4 വാഴ വരുന്നതിൻ്റെ നടുക്ക് കഴിഞ്ഞ് ഇവിടെ ചേനക്കുഴി വരും. അതിൻ്റെ സൈഡിൽ കാച്ചിൽ കുഴിക്കും. പിന്നെ അതിന് തൊട്ടപ്പുറത്തായിട്ട് ചീനച്ചേമ്പ്. അങ്ങനെയാണ് ഇതിൻ്റെ കൃഷി രീതി കേട്ടോ. ഇതിനകത്ത് എന്തൊക്കെയാണ്? ചാണകം, കെമിക്കൽ എന്തുവാ? കീടനാശിനി. അതിൻ്റെ പേരെന്ത്? ഇത് നാനോ യൂറിയ ആണ്. ഇതാണ് ചാണകത്തിൽ പാലിനകത്ത് ഒഴിക്കുന്നത്. ഇത് കുമ്മായമാണ് കേട്ടോ. ഇതാണ് നമ്മൾ ആദ്യം ഇത് ഇടുന്നത്. ഇത് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മണ്ടയിൽ സ്റ്റെറാമിൽ ഇടും. പിന്നെ അതിന് ശേഷം ആട്ടുംകാട്ടിടുക. ഇത് ആനിമലിൻ്റെ സ്റ്റെറാമിലാണ്. അതിനുശേഷം നമ്മൾ കാഷ്ടം ഇടും. കാഷ്ടം ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ വിത്ത് വെക്കത്തുള്ളൂ. വിത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മണ്ണിട്ട് നമ്മൾ ചൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് പുതയിടുക എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ കരിയിലെല്ലാം കൂടെ കൂട്ടിയിടുക. കൂട്ടിയിട്ട് എന്ന് വെച്ചാൽ തണുപ്പ് നിൽക്കാനായിട്ടാണ്. ഇതൊക്കെയാണ് ഇത് ശാസ്ത്രീയമായിട്ടുള്ള ഈ ഏത്തവാഴ. ഇപ്പോൾ ഇങ്ങനെ ഏത്തവാഴ കൃത്യമായിട്ട് വെക്കുകയാണെങ്കിൽ നല്ല വിളവെടുപ്പുണ്ടാവും. ഒരു 10-20 കിലോ ഒക്കെ വരും കേട്ടോ. 20-25 കിലോ ഒക്കെ ഉള്ള കൊല നമുക്ക് വെട്ടിയെടുക്കാം. മൂന്നില വന്നു കഴിയുമ്പോഴാണ് പിന്നെ ഇതിൻ്റെ അടുത്ത 1-ാം കള എന്ന് പറയുന്ന ഇത്. അത് ചെറിയതായിട്ട് മണ്ണിട്ട് മൂട്ടും. അത് കഴിഞ്ഞ് വീണ്ടും അങ്ങനെ പല തട്ടുകളിലാണ് ഈ ഏത്തവാഴയ്ക്ക് മണ്ണിട്ട് മൂട്ടുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം മണ്ണിടുമ്പോഴും ഓരോ പ്രാവശ്യം വളം അതിനനുസരിച്ചുള്ള വളം ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും.